റോസ് തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ജാനി ഓടിപ്പിടിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. ഇന്നലെ എന്തായിരുന്നു ആ കടുവ ഡോക്ടർ? ഫോൺ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പേടിച്ചുപോയി. ഒന്നും പറയണ്ട ജാനി, ഇന്നലെ പണിയെടുത്ത് നടുപോയി. ഫ്ലാറ്റൊക്കെ കൊള്ളാം, പക്ഷേ വൃത്തിയെന്ന് പറയുന്ന സാധനമില്ല. മുൻപേ ഏതോ കള്ളുടിയന്മാർ താമസിച്ചതാണെന്ന് തോന്നുന്നു. ബാത്റൂം അടക്കം ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഓ, അമീർക്ക് പ്രതികാരം എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന പോലെയാണല്ലോ. ജാനി നാണിച്ചുകൊണ്ട് അവളെ തട്ടിപ്പറഞ്ഞതും അവൾ ചുവന്ന പൂ പോലെ പൂത്തുലഞ്ഞു. അപ്പോഴേക്കും HR ഡിപ്പാർട്ട്മെന്റ് ഹെഡായ സതീഷ് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. സിസ്റ്റർമാരെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇന്ന് പുതിയ 2 ഡോക്ടർമാർ കൂടി വരുന്നുണ്ട്. അവരെ ഒന്ന് വെൽക്കം ചെയ്യണം, സതീഷ് പറഞ്ഞതും അവർ തലയാട്ടി. സതീഷ് പോയതും റോസ് വേഗം ജാനിയുടെ ചെവിയിൽ പറഞ്ഞു. പുതിയ ഡോക്ടറിൽ ഒരാൾ അമീറിന്റെ കൂടെ പഠിച്ചതാ. വലിയ കാര്യം പോലെ പറഞ്ഞു. ഓ, ജാനി അതിന് തലയാട്ടി. അന്നത്തെ ദിവസം അമീർ ലീവായതുകൊണ്ട് തന്നെ മോർണിംഗ് സെക്ഷനിൽ പേഷ്യൻസ് കുറവായിരുന്നു. പീഡിയാട്രിക് സെക്ഷനിലെ വേറൊരു ഡോക്ടറെയാണ് ഇന്ന് റോസ് അസിസ്റ്റന്റ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് അവൾ അമീറിന്റെ ക്യാബിനെ നോക്കി. അവനെ കാണാത്തതുകൊണ്ട് അസ്വസ്ഥത. ഉച്ചയ്ക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് വാതിൽ തുറന്നു വരുന്ന യുവകോമലിനെ അവർ കാണുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ അവനിലായിരുന്നു. എന്നാൽ റോസ് ശ്രദ്ധിച്ചത് അവൻ്റെ പുറകിലായി വന്ന അമീറും അവനോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു വന്ന ഡോക്ടർ ലിയാനയുമായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ മൊത്തം ഗ്ലാമറുള്ള ഡോക്ടറാണല്ലോ ജോയിൻ ചെയ്യുന്നത്, പിന്നിലുള്ള ഒരു നേഴ്സ് പറയുന്നത് കേട്ട് റോസ് അവരെ തിരിഞ്ഞു നോക്കി. ശരിയാണ്, പുതിയ ലേഡി ഡോക്ടർ അമീർ ഡോക്ടർ നല്ല മാച്ച് ഉണ്ടല്ലേ. 2 പേരും മുസ്ലിം ആണല്ലോ. അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. വേറൊരു നേഴ്സ് കൂടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അസ്വസ്ഥതയോടെ സാരിയുടെ തുമ്പ് പിടിച്ച് ചുഴറ്റാൻ തുടങ്ങി റോസ്. ചേച്ചി, ഇതൊന്നും കേട്ടിട്ട് മൂഡ് ഓഫ് ആവണ്ട. പക്ഷേ ഈ 2 ഡോക്ടർമാരും നല്ല ഗ്ലാമറാണ്. പുതിയ മെയിൽ ഡോക്ടർ സിംഗിൾ ആയാൽ മതിയായിരുന്നു. ജാനി കറുത്ത ഷർട്ട് ഗ്രേ പാൻറ്റും ഇൻസൈഡ് ചെയ്ത് ജെന്റിൽമാൻ ലുക്കിൽ വന്ന ന്യൂ ഡോക്ടർ സ്റ്റേജിൽ കയറുന്നത് അതിയായ കൊതിയോടെ നോക്കി. ഗുഡ് ആഫ്റ്റർനൂൺ, മൈസെൽഫ് ഡോക്ടർ സിജോ. ഇവിടെ ഓൾമോസ്റ്റ് മല്ലു സ്റ്റാഫ്സ് ആണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എൻ്റെ നിഗമനം. അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ടാവില്ല എന്ന് കരുതുന്നു. ഞാൻ ഹൈദരാബാദിൽ അപ്പോളോ ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്തു. കോയമ്പത്തൂർ എനിക്ക് ന്യൂ എക്സ്പീരിയൻസ് ആണ്. നമുക്കെല്ലാവർക്കും പതിയെ പരിചയപ്പെടാം. എല്ലാവരുടെയും കൂടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെ സിജോ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഡോക്ടർ കൊള്ളാമല്ലേ, എന്തൊരു പോസിറ്റിവിറ്റി, ജാനി ഇടയ്ക്ക് ചെവി പറഞ്ഞു. ഡോക്ടറെ കണ്ട് ആദ്യം വെള്ളം ഇറക്കണ്ട, ചിലപ്പോൾ മാരീഡാവും, റോസ് ചെവി പറഞ്ഞതും ജാനിയുടെ എല്ലാ മൂടും പോയി. അടുത്തത് ലിയാനയാണ്. ഹലോ ഓൾ, എൻ്റെ പേര് ലിയാന. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും അമീർ ഡോക്ടറെ അറിയുമല്ലോ. ഞാൻ ആളുടെ കൂടെയാണ് പഠിച്ചത്. ഞാനും ഹൈദരാബാദിലായിരുന്നു. സിജോ ഡോക്ടർ ഞാനും ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഞാനാണ് ഡോക്ടറിനെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. അമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഡിസ്റ്റൻ്റ് കസിനുമാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് കരുതി ആം ജോയിനിങ് ഹിയർ ഇൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ലിയാന പറഞ്ഞു തീർന്നതും റോസ് അവളെ തന്നെ നോക്കുകയാണ്. ശബ്ദം കുറച്ച് കട്ടി കൂടുതലാണ് അല്ലേ, റോസ് ജാനിയുടെ ചെവിയിൽ പറഞ്ഞു. ശബ്ദത്തിൽ എന്തിരിക്കുന്നു, ലുക്ക് നോക്ക്. നല്ല നീളമുണ്ട്, പിന്നെ നിറവും തൂവെള്ള നിറമല്ലേ. അമീർ ഡോക്ടറിൻ്റെ കുടുംബമായതുകൊണ്ടായിരിക്കും ആ ഒരു കളർ. മൊത്തത്തിൽ സ്റ്റൈൽ കണ്ടാൽ തട്ടത്തി മറിയത്ത് ഇഷാ തൽവാറിനെ പോലെയുണ്ട്, തട്ടവും ചുരിദാറുമെല്ലാം. ജാനി അവളെ നോക്കി പറഞ്ഞതും റോസിൻ്റെ ഉള്ളിൽ വീണ്ടും അസ്വസ്ഥതയേറി. ശരിയാ, നല്ല ഭംഗിയുണ്ട്, റോസ് വിഷമത്തോടെ പറഞ്ഞു. അവൾ അമീറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ അമീർ സിജോയെ പരിചയപ്പെടുത്തുകയായിരുന്നു. ലിയാന പറഞ്ഞ അറിവേ സിജോയെ പറ്റി അമീറിനുള്ളൂ. വളരെ ചില്ല ആൻഡ് പോസിറ്റീവ് വൈബായി തോന്നി അവന് സിജോ. ഡോക്ടർമാരുടെ സെൽഫ് ഇൻട്രൊഡക്ഷന് ശേഷം പതിവ് പോലെ ഡ്യൂട്ടി ടൈം ടേബിൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു സതീഷ് സാർ. കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ റോസ് സിസ്റ്റർ ഇനി ഒരാഴ്ച ഓർത്തോ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ ജാനി പീഡിയാട്രിക്. നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടോ, സതീഷ് ചോദിച്ചു. ഡോക്ടർമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അമീറിൻ്റെ ശ്രദ്ധ അപ്പോൾ മാത്രം റോസിൻ്റെ മേലേക്ക് പോയി. കണ്ണുകൊണ്ട് അവളോട് ടൈം ടേബിൾ മാറ്റാൻ അവൻ പറഞ്ഞെങ്കിലും മനഃപൂർവ്വം അത് കണ്ടിട്ടും റോസ് മൈൻഡ് ചെയ്തില്ല. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പകരം ജാനി പീഡിയാട്രിക് എടുത്തോളും, ഞാൻ ഓർത്തോളജി ചെയ്തോളാം, അവൾ പറഞ്ഞതും അമീർ ദേഷ്യത്തിൽ അവളെ നോക്കി. ഇവരുടെ കണ്ണുകൊണ്ടുള്ള കഥകളി കണ്ട് ഡോക്ടർ ലിയാന ചിരിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു ഡ്യൂട്ടിയിലേക്ക് കയറുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന അമീറിനെ ലിയാന ശ്രദ്ധിച്ചു. എടാ, നിന്റെ ആളാണോ ഓർത്തോപീഡിയക് അസിസ്റ്റൻ്റ് ചെയ്യുന്നേ, ലിയാന ചോദിച്ചു. എൻ്റെ തന്നെയാ. അവളോട് ഞാൻ കണ്ണും കൈയും കാണിച്ചു പറഞ്ഞതാണ് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യല്ലേ എന്ന്. എൻ്റെ കയ്യിൽ കിട്ടും,
കാണിച്ചു കൊടുക്കും ഞാൻ ഉണ്ടപ്പക്രു. അവൻ ദേഷ്യത്തിൽ പിറുപിറുത്തു. ഉണ്ടപ്പക്രു, ആ സിസ്റ്ററിനെ തന്നെയാണോ കളിയാക്കി പറയുന്നത്? ഷീസ് വെരി ക്യൂട്ട്. ശരിക്കും എന്താ പറയാ, ഒരു നാച്ചുറൽ ബ്യൂട്ടി. കണ്ടാലറിയാം നല്ല അച്ചായത്തി കുട്ടിയാണെന്ന് അവൾ പറഞ്ഞു. ലിയാന പറഞ്ഞത് കേട്ടതും അമീറിൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അച്ചായത്തി തന്നെയാ, പന്നിയും ബീഫും എല്ലാം അടിച്ചു കയറ്റി വിടും എൻ്റെ പെണ്ണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോനെ ഒരു നാണം? ലിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോ, എൻ്റെ നാണം നോക്കാതെ. എനിക്ക് അവളെ ഒന്ന് കയ്യിൽ കിട്ടാനുണ്ട്, അതിനെ പോയി പൊക്കിയിട്ട് വരാം, അവൻ പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് സ്റ്റേഷൻ നോക്കി നടന്നു. ലിയാന അവൻ്റെ പോക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഗൈനിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. അമീർ നേരെ നഴ്സിംഗ് സ്റ്റേഷൻ അടുത്ത് പോയി. റോസ് എവിടെ? അവൻ ചോദിച്ചു. അവനെ കണ്ടതും ജാൻവി ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു. സിസ്റ്റർ പോയി, അവൾ പേടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എങ്ങോട്ട്? അവൻ ചോദിച്ചു. അല്ല, ഓർത്തോപീഡിയക്കിൽ അസിസ്റ്റൻ്റ് ചെയ്യാൻ. ഞാനാണിന്ന് സാറിൻ്റെ കൂടെ പീഡിയാട്രിക്കൽ. ജാൻവി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഗൗരവത്തിലൊന്ന് മൂളി. ഇതേ സമയം ക്യാൻറ്റീനിൽ നിന്ന് പപ്സ് കഴിക്കുകയാണ് റോസ്. HR ഡിപ്പാർട്ട്മെൻറ്റിലെ സതീഷ് അങ്ങോട്ടേക്ക് വന്നു. എൻ്റെ സിസ്റ്ററെ, ആ പുതിയ ഡോക്ടർ വന്നിട്ട് കുറേ നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു. അവിടെ പേഷ്യൻസ് കയറാൻ തുടങ്ങി. നിങ്ങളിവിടെ പപ്സും കഴിച്ചിരിക്കുകയാണല്ലേ? സതീഷ് പറഞ്ഞതും അവൾ വേഗം വായിലേക്ക് കുത്തിക്കയറ്റി. ഓർത്തോയിലേക്ക് കയറിയാൽ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല, നല്ല തിരക്കാണ്, അതുകൊണ്ട് വേഗം ഒന്ന് കഴിച്ചേ എന്നുള്ളൂ, റോസ് തൻ്റെ ന്യായം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലേ വേഗം ചെല്ല്, പുതിയ ഡോക്ടർ മുന്നിലും മാനം കളയണ്ട, സതീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വേഗം ഓടിച്ചാടി അങ്ങോട്ടേക്ക് പോയി. സിജു അവിടെ ഒരു പേഷ്യൻസിനെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ ഡോർ മുട്ടിക്കൊണ്ട് തല പുറത്തേക്കിട്ടത്. അവൻ കൈകൊണ്ട് അവളോട് വരാൻ ആംഗ്യം കാണിച്ചു. പേഷ്യൻറ്റിനെ കുറിച്ച് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത ശേഷം അവൻ അവളെ നോക്കി. വെപ്രാളത്തോടെ സാരിയുടെ തുമ്പ് കയ്യിൽ ചുഴറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, കുറച്ച് നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, സിജോ ഡോക്ടർ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞപ്പോൾ അവൾക്ക് ചമ്മൽ തോന്നി. അത് ഞാൻ ഒരു തിരക്കിലായിരുന്നു, പീഡിയാട്രിക്സിൻ്റെ വാർഡിലായിരുന്നു. അവൾ കയ്യിൽ കിട്ടിയ നുണ വേഗം തട്ടിവിട്ടു. ഓഹോ, തലകൊണ്ടാട്ടി. എന്ന കയ്യിലെ ടോക്കൺ ലിസ്റ്റില്ലേ, ഓരോരുത്തരെയും വിളിച്ചോളൂ, അവൻ പറഞ്ഞതും അവൾ വേഗം ധൃതിയിൽ പോകാൻ നിന്നതും അവൻ അവളെ പിന്നിൽ നിന്നും വിളിച്ചു. സിസ്റ്റർ ശരിക്കും നേരത്തെ എവിടെയായിരുന്നു? സിജോ കുറുമ്പോടുകൂടി ചോദിച്ചു. വാർഡിൽ, അവൾ പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് കസാരയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് തൊട്ടടുത്തുള്ള സൈഡ് ടേബിളിലായി വെച്ചിട്ടുള്ള ഫ്ലാസ്ക് എടുത്ത് ചൂടുവെള്ളം കപ്പിലേക്ക് ഒഴിച്ചു. എന്നിട്ടൊരു പാക്കറ്റ് ഗ്രീൻ ടീ ബാഗ് അതിലിട്ടു. ഇപ്പോൾ അവൻ അവളുടെ അടുത്താണ്. അവളവൻ്റെ നീക്കത്തെ തന്നെ നോക്കി വീക്ഷിച്ച് നിൽക്കുകയാണ്. വാർഡിൽ പണിയെടുത്ത് ക്ഷീണം കൊണ്ടായിരിക്കുമല്ലേ കവിളത്ത് പപ്സിൻ്റെ പൊടി, സിജോ കുറുമ്പോടുകൂടി പറഞ്ഞതും അവൾ വേഗം വാപുത്തി. സിജോയ്ക്ക് അത് കണ്ട് ചിരി വന്നു. അത് ഞാൻ ക്യാൻറ്റീനിൽ, റോസ് പറഞ്ഞു. വിശപ്പ് എല്ലാ മനുഷ്യനും ഉള്ളതാണ്. സിസ്റ്റർ അവിടുന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത പറയുകയൊന്നുമില്ല. എനിക്ക് നല്ലൊരു എനർജി കുറവ് തോന്നുന്നു, അതാ ഞാൻ ഗ്രീൻ ടീ ഇപ്പോൾ ഉണ്ടാക്കിയത്. സിസ്റ്ററിന് വേണോ? അവൻ ചിരിച്ചുകൊണ്ട് വിനയത്തോടെ പറഞ്ഞതും അവളാകെ ചമ്മിയ പോലെ തലതാഴ്ത്തി. എനിക്ക് വേണ്ട സാർ, ഞാൻ ചായയും പപ്സും കഴിച്ചിട്ടാണ് വന്നത്, അവൾ ചമ്മിയ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവളുടെ വീർത്ത കവിളി കാണുന്ന നുണക്കുഴിയിലേക്ക് അവന് പുഞ്ചിരിയോടുകൂടി നോക്കി. എനിക്കിവിടെ ക്യാൻറ്റീനൊന്നും പരിചയമില്ല, പിന്നെ താനുണ്ടല്ലോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ, അവനൊരു കപ്പ് കുടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, സാറിന് വിശക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവൾ വേഗം പറഞ്ഞു. സിസ്റ്ററിൻ്റെ പേരെന്താ? അവൻ ചോദിച്ചു. റോസ്ലിൻ, അവൾ വേഗം മറുപടി പറഞ്ഞു. അപ്പോൾ റോസ് സിസ്റ്റർ പുറത്തേക്ക് പോയി പേഷ്യൻറ്റിനെ വിളിക്കാൻ തുടങ്ങിക്കോ, ഞാനും എൻ്റെ ഡ്യൂട്ടി തുടങ്ങാം, അതിനു മുമ്പ് ഒന്നുകൂടി വാ നേരെ തുടക്കി, അവൻ പറഞ്ഞു. അവൾ ചമ്മലോടെ മുഖം തുടച്ചെങ്കിലും അവളുടെ ചുണ്ടിൻ്റെ മുകളിലായി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന എണ്ണമായി നിറഞ്ഞ പൊടി നേരെ പോയിട്ടില്ല. അവനത് കണ്ട് ചിരി വന്നു. വെയിറ്റ്, ഞാൻ ചെയ്യാം, ചിരിയോടുകൂടി പറഞ്ഞ് അവൻ അവളുടെ പൊടിമേശയിലെ എണ്ണമയം നിറഞ്ഞ പൊടി ഒരു കൈ കൊണ്ട് തൂത്തു കൊടുത്തു. പെട്ടെന്ന് അവൻ്റെ കയ്യിലെ സ്പർശനം തൻ്റെ ചുണ്ടിലായി തട്ടിയതും അവളൊന്ന് വിറച്ചു. താങ്ക് യു ഡോക്ടർ, അവൾ വേഗം അവനെ നോക്കി പറഞ്ഞതും മറുപടിയായി അവനൊന്ന് കണ്ണി ചിമ്മിക്കൊണ്ട് തൻ്റെ സീറ്റിലേക്ക് ഗ്രീൻ ടീയുടെ കപ്പും പിടിച്ചിരുന്നു. പുറത്തേക്ക് ടോക്കൺ വിളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പുഞ്ചിരി. ഒറ്റ നോട്ടത്തിൽ തന്നെ സിജോ ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ചയായി ആമീറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചീത്തയും സ്ട്രെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു സമാധാനം തോന്നി. അവൾ ടോക്കൺ ഓരോന്നായി വിളിക്കാനും ഉള്ളിലേക്ക് പേഷ്യൻസിനെ കടത്തിവിടാനും തുടങ്ങി. സിജോ അപ്പോഴേക്കും തൻ്റെ ജോലി തുടങ്ങിയിരുന്നു. പുതിയ ഡോക്ടർ ആദ്യത്തെ വിസിറ്റിങ്ങിൽ തന്നെ എല്ലാ രോഗികളുടെയും മനസ്സ് കവർന്നു. പുഞ്ചിരിയോടുകൂടി രോഗങ്ങളെപ്പറ്റി സംസാരിക്കുന്ന അവനെ കണ്ടതും പകുതി ദിവസങ്ങൾ മാറിപ്പോയി എന്നുവരെ പേഷ്യൻസിന് തോന്നി.
ജാനും അമീറും കൂടിയാണ് പീഡിയാട്രിക് വാർഡിൽ റൗണ്ട്സ് നടത്തുന്നത്. റോസ് കൂടെ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് മൊത്തം അമീർ മൂഡ് ഓഫ് ആയിരുന്നു. അതിൻ്റെ ദേഷ്യം മുഴുവനും ജാനുവിനോടാണ് കാണിക്കുന്നത്. കിഡ്സിൻ്റെ വാർഡിലെത്തിയപ്പോൾ റോസിൻ്റെ പ്രിയപ്പെട്ട ഇഷാൻ ഉണ്ടായിരുന്നു. ഹായ് ഷാനു, അമീർ അവൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനപ്പോൾ റോസിനെ തിരയുകയായിരുന്നു. ജാനിയെ കണ്ട് അവൻ്റെ മുഖം മങ്ങി. റോസ് ആൻറ്റി എവിടെ? അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ അമീർ ചിരിച്ചു. ഇന്ന് എൻ്റെ കൂടെ ഈ സിസ്റ്ററാണ്, ജാനി സിസ്റ്റർ. അമീർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഇന്നെന്നെ കാണാൻ വന്നില്ലല്ലോ റോസ് ആൻറ്റി, എനിക്ക് മുട്ടായി തരും. ഇന്നൊന്നും തന്നില്ല, അവൻ പരാതിയോടെ പറഞ്ഞതും അമീർ അവൻ്റെ അടുത്തിരുന്നു. ജാനി ഞെട്ടലോടെ നോക്കുകയാണ് അമീറിനെ. ഇവൻ ഇങ്ങനെയൊക്കെ സോഫ്റ്റായി സംസാരിക്കുമെന്നത് അവൾക്ക് പുതിയ അറിവാണ്. ജാനി, താൻ നെക്സ്റ്റ് പേഷ്യൻ്റ് അടുത്ത് പോയി വായോ, ഞാനിപ്പോൾ വരാം. അമീർ പറഞ്ഞത് അവൾ വേഗം തലയാട്ടിക്കൊണ്ട് തൻ്റെ കേസ് റിപ്പോർട്ട് ഫയൽ പിടിച്ചുകൊണ്ട് അടുത്ത ബെഡിൽ പോയി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ റോസ് ആൻറ്റിയെ? ആമി ചോദിച്ചു. നല്ല ഇഷ്ടാ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും, അമീർ കണ്ണുറുക്കി പറഞ്ഞതും കുഞ്ഞീശൻ ഞെട്ടലോടെ അവനെ നോക്കി. ആൻറ്റിനെ ഇഷ്ടാ? ശരിക്കും ഇഷ്ടമാണോ? അവൻ കുഞ്ഞിക്കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. ശരിക്കും ഇഷ്ടം, പക്ഷെ നീ ആരോട് പറയരുത്, എനിക്ക് പ്രോമിസ് ചെയ്. അമീർ ചോദിച്ചും അവൻ്റെ ഉണ്ടക്കൈ കൊണ്ട് വേഗം അമീറിൻ്റെ കയ്യിൽ വെച്ചു. ആരോടും പറയില്ല എന്ന പോലെ തലയാട്ടി. ആൻറ്റി എവിടെയാ? ഈശാൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. ആൻറ്റി ഇന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആൻറ്റിക്ക് ഡോക്ടർ അങ്കിളിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. നീ ആൻറ്റിയെ കാണുമ്പോൾ പറ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ നിനക്ക് എന്നും ആൻറ്റിയെ കാണാനും പറ്റും, അതുപോലെ ചോക്ലേറ്റും കിട്ടും. അവൻ പറഞ്ഞു. അയ്യോ, എനിക്ക് ആൻറ്റി എന്നും കാണണം. ഞാൻ പറയാം ഇഷാൻ വേഗം പറഞ്ഞു. ഇഷാൻ്റെ വീർത്ത ഉണ്ടക്കവിളി കാണുമ്പോൾ തന്നെ അമീറിന് തൻ്റെ പെണ്ണിനെയാണ് ഓർമ്മ വരുന്നത്. ഇഷാനും അവളും തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ അമ്മയും മോനും പോലെ അവൻ എപ്പോഴും തോന്നും. രണ്ടുപേരും ഏകദേശം ഒരേപോലെ. നിന്റെ കവിളി കാണുമ്പോഴാണ് എനിക്ക് അവളെ കൂടുതൽ മിസ് ചെയ്യുന്നത്. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അമീർ അവൻ്റെ കവിളി ചെറുതായി ഒന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞീശാൻ പൊട്ടിച്ചിരിച്ചു. കൂടുതൽ ചിരിക്കണ്ട, നന്നായി ഫുഡ് കഴിച്ച് മെഡിസിൻ കഴിക്കണം. നെക്സ്റ്റ് വീക്ക് നിന്റെ ഓപ്പറേഷൻ മറക്കണ്ട കേട്ടോ, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാനുള്ളതാ. അത്രയും പറഞ്ഞ് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അമീർ പോയി. അപ്പോഴേക്കും ജാനു ഒരുവിധം റൗണ്ട്സ് കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് കേസ് റിപ്പോർട്ടും കയ്യിൽ പിടിച്ച് ചെന്നിരുന്നു. അന്നത്തെ ദിവസം അമീറും റോസും തമ്മിൽ പരസ്പരം കണ്ടിരുന്നില്ല. അമീറിന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിപ്പോയി. തൻ്റെ ഉള്ളിലേക്ക് ഇത്രയും ലയിച്ചു പോയി അവൾ എന്ന് പോലും അവൻ സംശയിച്ചു. അന്നത്തെ ദിവസം അമീറും റോസും തമ്മിൽ പരസ്പരം കണ്ടിരുന്നില്ല. ആമീറിന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിപ്പോയി. തൻ്റെ ഉള്ളിലേക്ക് ഇത്രയും ലയിച്ചു പോയ അവൾ എന്ന് പോലും അവൻ സംശയിച്ചു. അന്നത്തെ ദിവസം രാത്രി മുഴുവനും ജാനി അമീറിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു. റോസിന് ജാനുവിനോട് പാവം തോന്നി. അറിയാം, അമീർ ഒരു കർക്കശക്കാരനാണ് എന്ന് തന്നെപ്പോലും വെറുതെ വിടാറില്ല. അപ്പോൾ പാവം ജാനുവിനെയോ? ഹോസ്പിറ്റൽ നേരത്തെ എത്തിയിരുന്നു. റോസും ജാനിയും തൻ്റെ ചുരിദാർ മാറ്റി വേഗം യൂണിഫോം സാരിയായി ഇട്ടുകൊണ്ട് റോസ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഡോക്ടർ ലിയ കടന്നു വന്നത്. ഹായ് റോസ്, എന്നെ അറിയോ? അവൾ പുഞ്ചിരിയോട് കൂടി ചോദിച്ചു. അത് ഇന്നലെ ഡോക്ടർ വന്നപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നിരുന്നല്ലോ. അറിയാം, അവൾ പതിഞ്ഞ ചിരി പറഞ്ഞു. റോസിൻ്റെ നിഷ്കളങ്കത ഭാവം എന്തുകൊണ്ട് ലിയയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും താൻ എങ്ങനെയാണോ ആ ചെക്കനെ വളച്ചു കുപ്പിയിലാക്കിയത്? ലിയ അടുത്തടിച്ച് ചോദിച്ചതും റോസ് വെട്ടി വീർത്തു. വരും കണ്ട, എനിക്കെല്ലാം അറിയാം. അമീറിൻ്റെ പാസ്റ്റും പ്രസൻറ്റും എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സായത്. താൻ അവനെ തേച്ചൊട്ടിച്ചിട്ടും അവൻ പാവമായതുകൊണ്ടാണ് ഇപ്പോഴും തന്നോട് പ്രതികാരമൊന്നും ചെയ്യാത്തത്. ലിയ രണ്ട് കൈയും മാറി കെട്ടിനെന്ന് പറഞ്ഞപ്പോൾ റോസ് അവളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ആളുടെ കണ്ണുകൾ നിറഞ്ഞ് മുഖമൊക്കെ പരിഭ്രമമായി. ഞാനൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. അമീറിനെ ചതിക്കാൻ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സാഹചര്യം, ഞാൻ കൊടുത്ത വാക്ക്, ഇതൊന്നും ഒരിക്കലും എനിക്ക് അവനെ സ്വന്തമാക്കാൻ കഴിയില്ല. എത്രയും പറയുമ്പോഴേക്കും റോസ് കിതച്ചു പോയിരുന്നു. കൂൾ, ഞാൻ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ചോദിച്ചതൊന്നുമല്ല. അല്ലെങ്കിലും താൻ അമീറിൻ്റെ പാസ്റ്റ് അല്ലേ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഒരിക്കലും അത് പറഞ്ഞുകൊണ്ട് അവനെ ഉപദ്രവിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്നാലും അവനെ ഡിപ്രഷൻ നടത്തിയ സുന്ദരിക്കുട്ടിയെ ഒന്ന് കാണണമെന്ന് തോന്നി. അവൾക്ക് വേണ്ടിയാണ് അവൻ ഇവിടെ വന്ന് എന്നുകൂടി അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി കാണാൻ ആഗ്രഹം തോന്നി. എന്തായാലും അവനിപ്പോൾ തന്നോട് ചെന്ന് ചെറിയ ചെറിയ റിവെഞ്ചുകളാണ്. ഇതിനെയൊന്നും ഒരു പ്രതികാരം എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് എ സ്വീറ്റ് റിവെഞ്ച്, ലിയാനെ വിശദീകരിച്ചു പറഞ്ഞു. അവൾ രണ്ട് കണ്ണുകളും തുടച്ച് ലിയാനെ തന്നെ നോക്കി. താൻ പേടിക്കേണ്ട, ഇതിൻ്റെ പേരിലൊന്നും അവൻ തന്നെ ഉപദ്രവിക്കൊന്നും പോകില്ല. ചിലപ്പോൾ ഇടയ്ക്ക് ചെറുതായി ഒന്ന് ചൊറിയും. ഒന്നും അത്ര പെട്ടെന്ന് അവന് മറക്കാൻ കഴിയില്ല. പക്ഷെ ഞാനെല്ലാം മറപ്പിച്ചോളാം. അമീർ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താൻ അവനെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അവനെപ്പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി.
പിന്നെ അവനെപ്പോലെ ഒരു ഭർത്താവിനെയും ചിലപ്പോൾ കിട്ടുമായിരിക്കും. അവസാന വാചകം കണ്ണിറുക്കി പറഞ്ഞ അവളെ റോസ് അത്ഭുതത്തോടെ നോക്കി. ഭർത്താവോ? അവൾ പേടിയോടെ ചോദിച്ചു. ആരോടും പറയണ്ട. ഞങ്ങളുടെ 2 വീട്ടുകാരും ഞങ്ങളെ തമ്മിൽ കെട്ടിക്കാൻ പ്ലാനുണ്ട്. അമീറും കൺഫ്യൂഷനിലാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് താനിപ്പോഴും നാട്ടിൽ തന്നെയുണ്ട്. കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന വിവരമൊക്കെ അറിഞ്ഞത് അവൻ കരുതിയത് താൻ ഏതോ വലിയ NRI സെറ്റപ്പ് ലൈഫായിരിക്കുമെന്നാണ്. വല്ലോ ലണ്ടനോ ജർമ്മനിയോ അങ്ങനെ. അപ്പോൾ അവൻ്റെ ഈഗോ ഒന്നുകൂടി. തന്നെ കണ്ട് തനിക്കിട്ട് ഒരു പണി തരാതെ വരില്ല എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. അത് കുഴപ്പമില്ല. അതൊക്കെ ഒരു ഫണ്ണായിട്ട് ഞാനും അവനും കാണുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വന്നോളും. ഞങ്ങളുടെ നിക്കാഹ് നടക്കും. അപ്പോൾ റോസിന് സമാധാനത്തോടെ ഇവിടെ നിൽക്കാം. ലിയാന പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.